മെന്റലിസം ഷോയുടെ പേരിൽ കൊച്ചി സ്വദേശിയിൽ നിന്ന് 35 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മെന്റലിസ്റ്റ് ആദി. ഷോയുടെ ഒരു വർഷത്തെ നിർമ്മാണ കരാർ എക്സ്ക്ലൂസീവായി നൽകണമെന്ന ആവശ്യം നിരസിച്ചതിലുള്ള വിരോധമാണ് കേസിന് കാരണം. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്നും മെന്റലിസ്റ്റ് ആദി ദുബായിൽ പറഞ്ഞു. 10 ഷോ കഴിയുമ്പോൾ ഇവർ നമ്മളെടുത്ത് വരുന്നു. അപ്പോഴത്തേക്കിന് തന്നെ ഇവരുടെ രീതികൾ നമുക്ക് ഷോനേക്കാൾ മുകളിലൊരു പ്രൊഡ്യൂസറെ ഒരു ബ്രാൻഡിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി 1-2 ഡിസ്പ്യൂട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ ആ 10 ഷോ കഴിഞ്ഞല്ലോ. അവിടെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഈ 10 ഷോ കൊണ്ട് ഇതിൻ്റെ പിക്ചർ മാറി. പ്ലേസ്മെൻറ്റ് ലൈക്ക് കുത്തനെ ഗ്രാഫ് നിങ്ങൾക്കിപ്പോൾ അറിയാതെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സോൾഡ് ഔട്ടാണ്. അവിടെ ഇവർ നമ്മളോട് 1 വർഷത്തെ കോൺട്രാക്റ്റ് നമുക്ക് തരണം എന്ന് പറയുന്നു, എക്സ്ക്ലൂസീവായിട്ട്. ഓക്കെ, നമ്മൾ ഒരു അക്ഷരം പോലും ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് മാത്രം ചെറിയ ഫ്രെയിമിൽ പറയാം. ഈ 1 വർഷത്തെ കോൺട്രാക്റ്റാണ് എക്സ്ക്ലൂസീവായിട്ട് അവർക്ക് കൊടുക്കണമെന്നാണ്. ഞാൻ വേറെ ആർക്കും ഷോ ചെയ്യാൻ പാടില്ല. പാരലലി ഖത്തറിൽ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എൻ്റെ ഗ്ലോബൽ കോൺട്രാക്റ്റിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മളുടെ അടുത്ത് തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്. അത് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉണ്ടായ പ്രശ്നത്തിലാണ് ഇതിൻ്റെ മെയിൻ. അപ്പം നമ്മൾ അവരോട് പറയുകയാണ് ചെയ്തത്, ഒരു കാര്യം ചെയ്യൂ, നമുക്കിത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ആ പൈസ നമ്മൾ അങ്ങോട്ട് തിരിച്ചു തരാം. ഓക്കെ, അത് ആ തീരുമാനപ്രകാരം 6 മാസം സമയം പറയുന്നു. അത് അങ്ങനെയാണ് എൻ്റെ രീതിയും തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു 1 വർഷം എടുത്താലും കുഴപ്പമില്ല, എൻ്റെ പൈസ ഫുള്ള് കിട്ടണം. നിങ്ങൾ ആലോചിക്കൂ, 1 കോടി രൂപ ഒരു സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 5 ലക്ഷം രൂപയാണ് ആ സിനിമ കളക്ട് ചെയ്തതെങ്കിൽ 15 ലക്ഷം രൂപ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഡയറക്ടറോ ആർട്ടിസ്റ്റോ ഒരാളും കൊടുക്കേണ്ടതല്ല. ലാഭവും നഷ്ടവും സഹിക്കാനാണ് പ്രൊഡ്യൂസേഴ്സ്. പക്ഷേ പ്രൊഡ്യൂസർ എന്നല്ല, ഇദ്ദേഹത്തിന് നമ്മുടെ പേരിൽ സിവിൽ കേസ് പോരായിരുന്നു, ക്രിമിനൽ കേസ് വേണമായിരുന്നു. ഈ കേസ് എന്താണ്? ഒരാളുടെ അടുത്ത് പൈസയുണ്ട്, ഇത് നമുക്ക് തട്ടിയെടുക്കണം എന്നുള്ള വ്യാജേനെ നമ്മൾ ഇത്ര പേര് കൂടി പ്ലാൻ ചെയ്ത് ഗൂഢാലോചന നടത്തി. ഇവരെന്നാ പിക്ചറിൽ, ഇവനെന്നാ സമയത്ത് പിക്ചറിലേ ഇല്ല. ഇത്രയും ചെയ്തിട്ട് ഇതാണ് കേസ്.